ഇവിടെ ശക്തമായ നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നടപ്പിലാക്കാനായിട്ട് ഇവിടുത്തെ ഭരണകർത്താക്കളും നിയമപാലകരും തയ്യാറാകാത്തത് ഒരു പ്രധാന കാരണമാണ്. കോളേജുകളിൽ ഇത്തരത്തിലുള്ള റാഗിംഗ് നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായി ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളും ശക്തമായ എതിർപ്പുകളും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും ജനങ്ങൾ ഒരുമിച്ച് ഇതിനെ എതിർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനൊരു പരിധിവരെ അറുതി വരുത്താനായിട്ട് സാധിക്കുള്ളൂ. കുട്ടി നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്നതിനും തങ്ങൾ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ആവശ്യപ്പെടുമ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുമൊക്കെ വേണ്ടിയായി ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന സമീപനം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് സംശയത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതും സഹായിക്കുന്നതും സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതുമൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ പോലീസ് സംവിധാനം നിഷ്ക്രിയമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട തരത്തിലുള്ള റാഗിംഗ് പോലുള്ള വാർത്തകൾ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കേണ്ടതായിട്ട് വരുന്നത്. നിയമത്തിൻ്റെ അപര്യാപ്തതയല്ല ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ ആവർത്തിക്കാനുള്ള കാരണം. നിയമത്തെക്കാൾ ഉപരിയായിട്ട് ഈ റാഗിങ്ങിന് ശ്രമിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ ഒരു പരിധിവരെ ഭരിക്കുന്ന പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ ഭാരവാഹികളും അവരുടെ സപ്പോർട്ടൊക്കെ ഉള്ളവരാണ്. അതിൻ്റെ ഒരു അഹങ്കാരം അവർക്കുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിലൊക്കെ വലിയ കാര്യം എന്ന് പറയുന്നത് ഇത് നോക്കാനും ശ്രദ്ധിക്കാനും ഉത്തരവാദിത്തപ്പെട്ടവർ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇവർ ചെയ്യേണ്ട ജോലി ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നില്ല. അത് ചെയ്യാൻ ഇവർ തുനിഞ്ഞാൽ ഒരു കുട്ടിയും ഇതിനൊന്നും നിൽക്കില്ല. പിന്നെ ഇവരും കുറേ രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചില സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവരും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയവും ഇതെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പഠിക്കുവാൻ കലാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് എന്തിന് രാഷ്ട്രീയക്കാർ തന്നെ നടത്തട്ടെ. പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠിക്കണം. നമ്മുടെ കലാലയങ്ങളിൽ ഇടിമുറികൾ പോലും ധാരാളമുണ്ടെന്നുള്ളതാണ് അറിവ്. ഇടിമുറികളിൽ പൊലിഞ്ഞു വീഴുന്നത് അനേകം യുവജനങ്ങളുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളുടെ ചുടിചോരയാണ്, അവരുടെ ജീവനാണ്. നമുക്ക് കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണ്ട, പഠനം മാത്രം മതി. അതിനുവേണ്ടി വേണം നമ്മൾ കലാലയങ്ങളിലേക്ക് പോകുവാൻ.